ഇതെന്തോറ്റി? സമരമാ. എന്ത് സമരം? കൃത്യമായിട്ട് ഈ കാര്യമൊന്നും അറിഞ്ഞൂടാ. ഇന്നലെ സിറ്റി ഏതോ കോളേജില് അടി നടന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിയാ. ചേച്ചി വന്നില്ലേ? അനാമിക എത്തിയിട്ടില്ല. സമരത്തിന്റെ കാര്യം സത്യം തന്നെ അല്ലേ? അല്ലാതെ പിന്നെ ഞാൻ വെറുതെ തിരിച്ചു പോരുവോ? അല്ല, മുമ്പത്തെ പോലെ എന്തെങ്കിലും റാഗിങ്ങിന്റെ ഇഷ്യൂ ആണോന്ന് അറിയാനാ. ഏയ്, റാഗിങ്ങിന്റെ കാര്യത്തില് ഇനി ഞാൻ തിരിച്ചു പോരില്ല. എങ്കിൽ നല്ലത്. ഞാൻ അനാമിക ഒന്ന് വിളിക്കട്ടെ. അയാള് നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ചേച്ചി വിളിക്കണ്ട, പോയ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ. അതെ, എന്തെങ്കിലും കഴിച്ചോ? അതിന് സമയമായില്ലല്ലോ. ഞാൻ ഫുഡും കൊണ്ടിങ്ങ് പോന്നു. ഏട്ടന് എവിടെയും പോവാനുണ്ടോ? എന്താ ചോദിച്ചേ? അല്ല, ഞാൻ തിരിച്ചു വന്നോണ്ട് പോവാതിരിക്കണ്ട. എങ്ങോട്ടേലും പോകുന്നുണ്ടെങ്കിൽ പൊക്കോ, ഞാനിവിടെ തനിച്ചിരുന്നോളാം. എന്തായാലും അത് വേണ്ട. പെട്ടെന്ന് തന്നെ തനിച്ചാക്കിയാ അത് ശരിയാവില്ല. പോയി ഡ്രസ്സൊക്കെ മാറാം. എന്തായാലും ഞാൻ ചേച്ചി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. വേണ്ട, ചേച്ചി വരുമ്പോ വരട്ടെ. മൈഥിലി, ഇനി നമ്മൾ എന്ത് ചെയ്യും? മായാ മഹേശ്വരിയെ കുറിച്ച് വ്യക്തമായിട്ട് ഇദ്ദേഹത്തിനെല്ലാം അറിയാം. ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. ഇനി എങ്ങനെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു കയറി ചെല്ലാൻ പറ്റുമോ? നിങ്ങൾ പോയില്ലേ ഇതുവരെ? ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഒന്നുകൂടി സംസാരിച്ചേ പറ്റൂ. ദേ നോക്ക്, ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാ അന്ന് മുഴുവൻ ജോസേട്ടന് പ്രശ്നങ്ങളായിരിക്കും. ബുദ്ധിമുട്ടിക്കരുത്. പോവാൻ നോക്ക്. നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ വന്നിരിക്കുന്ന എൻ്റെ മോളുടെ പ്രശ്നമുള്ളതുകൊണ്ടാ. മോളുടെ പ്രശ്നോ? അതെന്താ? മായാമഹേശ്വരി കാരണം ഇവരുടെ കുടുംബത്തിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. മൈഥിലിയുടെ മകളെയും കൊണ്ട് മായാമഹേശ്വരി മലേഷ്യയിലേക്ക് പോയിരിക്കുക. പ്ലീസ്, ഒരു അമ്മയുടെ സ്ഥാനത്തൊന്നും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എൻ്റെ മോള് പോയപ്പോൾ മുതൽ ഞാൻ കടുത്ത ടെൻഷനിലാണ്. നിങ്ങൾ നിൽക്ക്, ഞാൻ ജോസേട്ടനോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കട്ടെ. ജോസേട്ടാ, അവരിതുവരെ പോയിട്ടില്ല. നിന്നോടാരാ വാതിൽ തുറക്കാൻ പറഞ്ഞത്? വാതിലടച്ച് കുറ്റിയിട്ടേക്ക്. കുറെ കഴിയുമ്പോ പൊയ്ക്കൊള്ളും. അതല്ല, മായാ മഹേശ്വരി അവരുടെ മകളെയും കൊണ്ട് വിദേശത്തെവിടെ പോയിരിക്കുക. അതിന്റെ ടെൻഷനിൽ അവര് വന്നിരിക്കുന്നെ. ഞാൻ ആ കുഞ്ഞിന്റെ കാര്യം കേട്ടതുകൊണ്ട് അവരോട് നിൽക്കാൻ പറഞ്ഞു. ജോസേട്ടൻ അവരോടൊന്ന് സംസാരിക്കണം. നമ്മുടെ മോളെ പോലെ അവരുടെ കുഞ്ഞും. അവരോട് വരാൻ പറ. വന്നോളൂ. ഇരിക്കേ. മോൾക്ക് എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അല്പ അകലത്തിലാണ്. ഇതിൻ്റെ ഇടയിലാണ് ഭർത്താവിൻ്റെ ബിസിനസ് പാർട്ട്ണറായി മായാമഹേശ്വരി വരുന്നത്. ഇവരുടെ കുടുംബത്തിലെ അകൽച്ച മായാമഹേശ്വരി മുതലെടുത്തു. സത്യം പറഞ്ഞ യാമിമോളെ മൈഥിലിക്കെതിരായി തീർത്തു. കഴിഞ്ഞ ദിവസം യാമിമോളെയും കൊണ്ട് മലേഷ്യയിലേക്ക് ടൂറ് പോയി. അതിന്റെ അർത്ഥം അവളുടെ പല്ലും നഖവുമൊക്കെ മൂർച്ചപ്പെടുത്തി തുടങ്ങിയെന്ന ഇനി ഇല്ലാതാക്കും. ഒരു 19 വർഷം മുമ്പ് എൻ്റെ ഒരു പരിചയക്കാരനാണ് ഈ മായാ മഹേശ്വരിയെ KTK ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുന്നത്. MBA കഴിഞ്ഞൊരു പെൺകുട്ടി, നല്ല സ്മാർട്ടാണ്. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവളെ അക്കൗണ്ട്സിൽ ജോലിക്ക് വെച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മായാ മഹേശ്വരി കാര്യങ്ങളൊക്കെ പഠിച്ചു. അധികം താമസിയാതെ ചീഫ് അക്കൗണ്ടന്റുമായി. എനിക്കറിയില്ലായിരുന്നു എന്നെ കൊടുക്കാനുള്ളൊരു വല അവൾ നെയ്യുന്നുണ്ടെന്ന്. ഈ KTK ഗ്രൂപ്പിന്റെ വീഴ്ചയും മായാ മഹേശ്വരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവളാണ് കാരണം. അവൾ മാത്രമാണ് കാരണം. ജോസേട്ടൻ അടുപ്പമുള്ളവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കും.
മായാ മഹേശ്വരി ഞങ്ങളുടെ കമ്പനിയിൽ ഇരുന്നു കൊണ്ട് മറ്റു പല കരാറുകളിലും ഏർപ്പെട്ടു. കാര്യങ്ങൾ തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകി. അപ്പോഴേക്കും കമ്പനിയുടെ അടിസ്ഥാനം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെയും പണത്തിന്റെയും കാര്യത്തിലല്ല അവള് ഞങ്ങളെ തോൽപ്പിച്ചതും ഇല്ലാതാക്കിയതും, ഞങ്ങളുടെ മോളുടെ കാര്യത്തില്. മോള് അവളിപ്പ ഇല്ല, മരിച്ചു. അവള് കോളേജിൽ പഠിക്കുകയായിരുന്നു. നിങ്ങളുടെ മകളോട് മായാമഹേശ്വരി പറഞ്ഞിരിക്കുക, അവള് കാണാത്ത കുറെ ലോകങ്ങളുണ്ട്, അത് കാണിച്ചു കൊടുക്കാമെന്നായിരിക്കും. അത് തന്നെ എന്റെ മോളോടും പറഞ്ഞു. മോള് മുഴുവൻ സമയവും അവളുടെ കൂടെയായി. ആദ്യമൊക്കെ മോളുടെ മാറ്റം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പതുക്കെ പതുക്കെ അത് മാറി. എന്ത് പറഞ്ഞാലും ദേഷ്യമായി തുടങ്ങി. ഞങ്ങളോട് ദേഷ്യം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നാ അവരോട് വൈരാഗ്യം, ആ നിലയ്ക്കൊക്കെ. ഒന്നും അറിയാത്ത പ്രായത്തിലെ മയക്കുമരുന്ന് പോലുള്ള സംഗതികൾക്ക് അടിമയാവുക എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒരിക്കലവൾ പെട്ടെന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ബഹളമെന്ന് പറഞ്ഞ കണ്ണിൽ കാണുന്നതൊക്കെ എടുത്തെറിയുക, പൊട്ടിക്കുക, സ്വയം മുറിവേൽപ്പിക്കുക. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ എന്റെ കുഞ്ഞ് മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അതേപ്പറ്റി ചോദിച്ചപ്പോ മായാമഹേശ്വരി കൈമലർത്തി. അവളുടെ കോളേജ് ബന്ധങ്ങൾ തെറ്റായിരിക്കുമെന്ന് കുറ്റപ്പെടുത്തി. എന്നിട്ട് പിന്നീട് അവള് മുറിക്ക് പുറത്തിറങ്ങാതെയായി. മുറി അടച്ച അകത്ത് തന്നെ ഇരിക്കും, വയലന്റ് ആവും. ഒരു ദിവസം ഞാൻ ഭക്ഷണം കൊടുക്കാനായി മുറി തുറക്കുമ്പോ ഫാനിൽ തൂങ്ങി നിൽക്ക എന്റെ മോള്. അതോടെ ഞാൻ വീണു, പരിപൂർണമായും വീണു. എന്തിനാ ജീവിക്കുന്നതെന്നൊരു ചോദ്യം മാത്രമേ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ, നിങ്ങളുടെ മകളെ മായാമഹേശ്വരി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാ കുഞ്ഞിന്റെ നാശത്തിലേക്കാണ്. തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതെത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഞങ്ങളുടെ മകളെ പോലെ ആ കുഞ്ഞും. മായാമഹേശ്വരിയെ കുറിച്ച് പിന്നീട് പല സ്ഥലത്തു നിന്നും പലതും ഞാൻ കേട്ടു. അവള് കാലുകുത്തിയ ഒരിടവും പിന്നീട് നിലനിന്നിട്ടില്ല, നശിച്ചു തീർന്നിട്ടേയുള്ളൂ. ഈ മായാമഹേശ്വരിയുടെ കുടുംബം? അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല ആർക്കും. നാശത്തിന്റെ വിത്തുകള് സ്വയം വളർന്നു വരുമല്ലോ. ഇപ്പൊ ഇത്രയേ എനിക്ക് പറയാൻ പറ്റൂ. അതും നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ടാ. എത്രയും പെട്ടെന്ന് മോളെ രക്ഷിച്ചെടുക്കാൻ നോക്ക്. താങ്ക്സ്. നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഇത്രയൊക്കെ എന്നോട് പറയാൻ കരുണ കാണിച്ചല്ലോ, നന്ദിയുണ്ട്. കിട്ടുന്നില്ല മൈഥിലി? കിട്ടിയില്ല. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? സാരിങ്ങിനോട് എനിക്ക് ഉടനെ സംസാരിച്ചേ പറ്റൂ. എന്റെ മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാന്നുള്ളത് ഒരു കാര്യം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നമിക. അവരുടെ മകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോ വല്ലാത്ത പേടി തോന്നുന്നു. അവരുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അച്ഛനും അമ്മയും ഒത്തുപിടിച്ചിട്ടും അവരുടെ നെഞ്ചിൽ നിന്നും അവരുടെ മകളെ അടർത്തിക്കൊണ്ടുപോയതാ മായാമഹേശ്വരി. എന്റെ കാര്യം തിരിച്ചല്ലേ. എന്നോടുള്ള വാശിക്ക് ഭർത്താവ് സ്വന്തം മകളെ ഇല്ലാതാക്കി എന്നെ തോൽപ്പിക്കല്ലേ. സാരെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞാനും കൂടി സംസാരിക്കായിരുന്നു. സത്യം പറഞ്ഞ അവരെവിടെയാണോ അവിടെ ചെന്ന് മോളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തയ്യാറാ. ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടോ നാമിക? അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് എന്തൊക്കെ കഥകളാണ് നമ്മൾ കേട്ടത്. ചാവാതെ കിടക്കുന്നേ ഉള്ളൂ പാവങ്ങള്. അവർക്കിനി എന്ത് പ്രതീക്ഷയാ ബാക്കിയുള്ളത്? എല്ലാരെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിച്ചാ, എല്ലാവർക്കും നല്ലത് ചെയ്താ നമ്മളും നന്മയുടെ പാതയിലേക്ക് എത്തുന്ന എവിടെയൊക്കെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്.
അതൊക്കെ തെറ്റാടോ. ഇതൊക്കെ കാണുമ്പോൾ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാ ഇതൊക്കെ എഴുതി പിടിപ്പിച്ചതെന്ന് തോന്നും. എടോ, നിയന്ത്രണം വിട്ടു പോകില്ലെന്ന് തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ. പക്ഷേ യാമിമോൾക്ക് നമുക്കും ഇടയിലുള്ള ദൂരം അത് നമ്മൾ ചിന്തിച്ചല്ലേ പറ്റൂ. സാരംഗ് തിരിച്ചെത്തുമ്പോൾ ഞാൻ ചോദിക്കും അനാമിക, അയാൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന്. ഞാൻ പിരിഞ്ഞു പോകണമെന്നാണെങ്കിൽ അതും ഓക്കെ, ഒരു അവകാശവാദങ്ങൾ ഉന്നയിക്കരുതെന്നാണെങ്കിൽ അതും ഓക്കെ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം. ഇടവും വലവും വ്യത്യാസമില്ലാതെ അവരെ എനിക്ക് ചേർത്ത് നിർത്തണം. യാമി തിരിച്ചെത്തുമ്പോ പഴയതുപോലെ തന്നെയായിരിക്കും തന്നോട് പെരുമാറുക. അങ്ങനെയാണെങ്കിൽ ഈ ജോസിന്റെ ഭാര്യയുടെ അടുത്ത് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയാലോ? എന്തിന്? നേരിട്ട് അനുഭവമുള്ളവർ പറയുമ്പോ മായ മഹേശ്വരെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത യാമിമോൾക്ക് കിട്ടുമല്ലോ. അതൊക്കെ വെറും തോന്നലാ. മായാമഹേശ്വരി നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ ഒരു കഥയാണെന്ന് സാരംഗ് അതിനെക്കുറിച്ച് പറയൂ. പറഞ്ഞു വരിപ്പിക്കാൻ മായാമഹേശ്വരി അടുത്തുണ്ടാവുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നതും അതായിരിക്കും. പിന്നെ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെങ്ങനെ പുറത്തു കിടക്കും? എന്തായാലും ജോസിന്റെ ഈ കിടപ്പ് സാരംഗിനെ അറിയിച്ചേ പറ്റൂ. അയാളത് കണ്ടേ പറ്റൂ. കാരണം വിദൂരമല്ലാത്തൊരു ഭാവിയിൽ അത് സാരംഗിന് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നതാ. വേണ്ട അനാമിക, സാരംഗിന്റെ ബിസിനസ്, സാരംഗിന്റെ റിലേഷൻസ്, അതെല്ലാം സാരംഗിന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ്. അതാ വഴിക്ക് പോക്കോട്ടെ. പിന്നെ സാരംഗിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചു എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം എനിക്കറിയാം. മായാമഹേശ്വരി വിശ്വാസവഞ്ചന കാണിക്കുന്നവളോ ചതിക്കുന്നവളോ ആയാലും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവ് സാരംഗിനുണ്ട്. സോ അതെന്റെ കൺസേൺ അല്ല. എനിക്കെന്റെ മോളെ വേണം. തിരിച്ചു വന്ന വിദേശയാത്ര നടത്താനോ പുറത്തു പോകാനോ ഒന്നുമല്ല. മായാമഹേശ്വരിയുടെ സാന്നിധ്യം പോലും ഞാൻ വിലക്കും. അതിനുവേണ്ടി കോടതി കയറേണ്ടി വന്നാൽ കയറും. പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വിലയുണ്ട്. അതിനാരെന്തൊക്കെ ന്യായം പറഞ്ഞാലും. ആവണി, ആവണി, ഉറങ്ങായിരുന്നോ? അല്ല, ഞാനവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. ചുമ്മാ ഇരിക്കോ? എന്നാ പിന്നെ തനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നോ? ഞാനാണെങ്കി ഇവിടെ ബോറടിച്ച് ചാവാറായി. അത് പിന്നെ ചേച്ചി ഇവിടെ ഇല്ലാത്തോണ്ട്. ചേച്ചി ഇവിടെ ഇല്ലാത്തോണ്ട് എന്താ? ഇത് നിന്റെ വീടല്ലേ? പെണ്ണെ, ഇത്തരം ക്ലാസിക് ഐഡിയാസ് ഒന്നും ഈ വീട്ടിലെ ശരിയാവത്തില്ല കേട്ടല്ലോ. ഏട്ടന് ചായ വേണോ? ചായ വേണമെങ്കിലേ അത് ഇട്ട് കുടിക്കാൻ എനിക്കറിയാം. എന്തായാലും ഇവിടെ ഇരുന്നേ. ഇരിക്കാൻ പറഞ്ഞില്ലേ? അനാമിക തിരിച്ചു വരുമ്പോ എന്നോട് ചോദിക്കും, ഇവിടെ ഇങ്ങനെ ഒരാൾ ക്ലാസ്സിൽ നിന്ന് വന്ന് കയറിയിട്ട് നന്നായി രഞ്ജിത്ത് പെരുമാറിയോന്ന്. അതെ, പ്രത്യേകിച്ച് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ സമയം കളയാൻ എന്താ ഒരു വഴി? നമുക്ക് കാർഡ്സ് കളിച്ചാലോ? ചീട്ട് കളിക്കുകയോ? അതിനെന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? ഞാനും അനാമികയും ചിലപ്പോ കാർഡ്സ് കളിക്കാനിരിക്കും. അത് ചിലപ്പോ രാത്രി വളരെ വൈകി നീങ്ങും. അതില് ചെറിയ ബെറ്റൊക്കെ ഉണ്ടാവും. അതിപ്പോ നിന്നോട് പറയാൻ കൊള്ളത്തില്ല, നിനക്കറിയില്ല. എനിക്കതൊന്നും അറിയില്ല. പണ്ടെപ്പോഴോ വഴിന്ന് 4-5 കാർഡ് കളഞ്ഞു കിട്ടിയിട്ട് അത് കൈ വെച്ചതിന് അമ്മ തല്ലിയിട്ടുണ്ട് എന്നെ. ഭാഗ്യാണ് കേട്ടോ. അതുകൊണ്ട് നാടറിയുന്നൊരു ചീട്ട് കളിക്കാരെ നഷ്ടപ്പെട്ടല്ലോ. അല്ല, വേറെന്താ ഹോബീസ്? എല്ലാവർക്കും അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ. അത് പിന്നെ എനിക്ക് ചെസ് കളിക്കാൻ അറിയാം. ആഹാ, നമ്മുടെ ഐറ്റം ആണല്ലോ. പക്ഷേ നിന്റെ ചേച്ചിക്ക് ചെസ് എന്ന് കേൾക്കുന്നതേ ദേഷ്യം. എനിക്കിങ്ങനെ നന്നായിട്ട് കളിക്കാനൊന്നും അറിയില്ല. കരികളൊക്കെ നിൽക്കാൻ അറിയാം. ഈ പറച്ചിലുണ്ടല്ലോ, ഇതൊരു മാസ്റ്റർ ക്ലാസ് കളിക്കാരിയുടെ ലക്ഷണമാണ്. പിന്നെ നീ ഒരു പഠിപ്പിസ്റ്റ് ആണല്ലോ. പഠിപ്പിസ്റ്റുകൾക്ക് ചേരുന്ന കളിയാ ചെസ്. ഞാനും കോളേജിൽ ചെറിയ തോതിലൊരു ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ ആയിരുന്നു. അതെയോ? എന്ന് പറഞ്ഞാൽ എന്റെ കോളേജിൽ ചെസ് കളിക്കാൻ അത്ര മിടുക്കന്മാരില്ലായിരുന്നു എന്നർത്ഥം. എന്തായാലും നമ്മളൊരു ചെസ് ബോർഡ് വാങ്ങിക്കാൻ പോവാ. എന്താണതിൽ ആവണിയുടെ പവർ എന്നറിയാലോ. അയ്യോ വേണ്ട വേണ്ട, ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യല്ലേ. എന്റെ പെണ്ണെ, അവൾക്ക് കളിക്കാൻ ഇഷ്ടമില്ലെന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ലോകത്ത് ചെസ് ഉണ്ടാവാൻ പാടില്ലെന്ന് അവക്ക് നിർബന്ധമൊന്നുമില്ല. സമാധാനമായി, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. അപ്പൊ ഈ തീരുമാനം ഫിക്സ്ഡ്. നാളെ മുതല് ഇവിടെ ചതുരംഗ പലകയിലുള്ള ആട്ടമാ. ഞാൻ നോക്കട്ടെ തന്നെ ഒന്ന് തോൽപ്പിച്ച് കളയാൻ പറ്റുമെന്ന്. ചേട്ടനെ ജയിക്കുള്ളൂ, അതുറപ്പാ. എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്കൊരു ചായ ഇടാം. ഞാനിട്ടോളാം.
നമ്മൾ രണ്ടുപേരും കൂടി അടുക്കളയിൽ പോകുന്നു, ചായ ഇടുന്നു, കുടിക്കുന്നു. ആദ്യം നിന്റെ ഈ അറപ്പൊക്കെ ഒന്ന് മാറട്ടെ. അനാമിക ഇവിടെ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, നിന്റെ വീട്ടിൽ നീ ഫ്രീ ആയിരിക്കണം. എണീറ്റ് വാ. സാറിങ്ങനെ ഒന്നുകൂടെ വിളിച്ചു നോക്കണോ? നമ്മള് ഇപ്പൊ വിളിച്ചിട്ട് 1-2 മിനിറ്റ് ആയതല്ലേ ഉള്ളൂ. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അനാമിക. എന്നാ താനൊന്ന് വിളിച്ചു നോക്ക്. റിംഗ് ഉണ്ട്. സാരംഗ്, യാമി മോൾ എപ്പോഴാ വരിക? എനിക്കറിയില്ല. സാരംഗിനെ അറിയില്ലെന്നോ? പിന്നെ ആർക്കാ അറിയാ? സാരംഗ് മോളെ കണ്ടിരുന്നോ? എടോ, ഞാനിവിടെ ബിസിനസ് മീറ്റിംഗില്ല. ഇടയ്ക്ക് അവളെ വിളിക്കാനോ കാണാനോ പറ്റിയിട്ടില്ല. എത്ര നിസാരമായിട്ടാ സാരംഗ് നിങ്ങളിത് പറയുന്നത്? മോളെ വിളിക്കാൻ സമയം കിട്ടിയില്ലെന്നോ? ഒരു കാര്യം ചെയ്, മോളുടെ കൂടെ ഉള്ളവളുടെ നമ്പർ ഇങ്ങോട്ട് താ, മായാ മഹേശ്വരിയുടെ. ഞാൻ വിളിച്ചോളാം. സോറി, മായ ഇവിടെ ഏത് നമ്പറാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സാരംഗ്, മോളുടെ കാര്യത്തിൽ എന്റെ ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നെ ദഹിപ്പിച്ചു കൊല്ലാനാണോ? പറയ്. താൻ എന്തിനാണോ ഇത്ര വയലന്റ് ആവുന്നത്? എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ പിന്നെ വയലന്റ് ആവില്ലേ? നിങ്ങൾ പറഞ്ഞയച്ച സ്ത്രീയുടെ കൂടെ അവള് സുരക്ഷിതല്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. എനിക്ക് എന്റെ മോളെ വേണം. എന്റെ മോളെ എന്റെ അടുത്ത് എത്തണം. അത് ഇന്നോ നാളെയോ. സാരംഗ് അത് മാത്രം പറഞ്ഞാൽ മതി. സി, ഞാൻ എവിടെ പോയാലും താൻ ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളും ചുമന്നുകൊണ്ട് പോകണമെന്ന് വാശി പിടിക്കരുത്. സത്യത്തിൽ ഇത്തരം കോൾസ് തന്നെ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല സാരംഗ്. മായാ മഹേശ്വരിയെ നിങ്ങൾ എത്ര വിശ്വസിച്ചാലും അവള് നല്ലവളല്ല. നമ്മുടെ മോളെ കൂടെ അയക്കാൻ പറ്റിയവരല്ല അവര്. എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. എത്ര കാലമായിട്ട് അറിയാം സാരംഗിന് അവളെ? അവൾ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് സാരംഗ് അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ആരുടെയും പൂർവ്വചരിത്രം ചെയ്യാറില്ല. അവരെന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ഞാനും തിരിച്ചു പെരുമാറും. കൊള്ളാം. ഒരു കാര്യം ചെയ്, നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാം, കൂടെ കൊണ്ടു നടക്കാം. ബിസിനസ് പങ്കാളിയോ ജീവിതത്തിലെ പങ്കാളിയോ ഒക്കെ ആക്കാം. എന്റെ മോളെ ഇങ്ങോട്ട് എത്തിച്ചിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അത് പൂർത്തിയാവാതെ ഞാൻ തിരിച്ചു വിളിക്കില്ല. എന്നാ പിന്നെ നിങ്ങളെ തെരഞ്ഞ് ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. എന്നിട്ട് യാമി മോള് തന്റെ കൂടെ തിരിച്ചു വരുമോ? ഒരിക്കലും ഇല്ല. ആ ധൈര്യത്തിലെ സാരംഗ് കളിക്കുന്നത്. 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾ മാറ്റിക്കളഞ്ഞു എന്നുള്ള നിങ്ങളുടെ അഹങ്കാരം. എത്ര കാലം ഇത് പറ്റുന്ന നിങ്ങൾ കരുതുന്നത്? അവൾ സ്വയം ചിന്തിച്ചു തുടങ്ങുമ്പോൾ അച്ഛനെയും അച്ഛൻ്റെ പുതിയ കൂട്ടിനെയും അവൾ പുറംകാലം കൊണ്ട് തൊഴിക്കും. നമുക്ക് കാണാം. മൈഥിലി, ആ ഫോണിങ് തന്നെ. സാരംഗ്, എന്ത് ക്രൂരതയാണോ താനീ കാണിക്കുന്നേ? മൈഥിലിയുടെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് കാണുക ഞാൻ. എന്തിനാ അവളെ ഇത്ര വേദനിപ്പിക്കുന്നേ? നീ എന്തായാലും നിഴല് പോലെ കൂടെയുണ്ടല്ലോ. കൂട്ടുകാരിയെ നന്നായിട്ടൊന്ന് സമാധാനിപ്പിക്കും. ആളുകളെയൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ. അല്പം വ്യക്തതയോടെ മനസ്സിലാക്കിയത് കൊണ്ടാ സാരംഗ് ഈ വിളി ഇത്രയും രൂക്ഷാകുന്നത്. യഥാർത്ഥത്തിൽ മായാ മഹേശ്വരി ആരാണെന്ന് തനിക്ക് അറിയോ? മതി. എനിക്ക് ഔദ്യോഗികമായ ഒരു യാത്രയുണ്ട്. എനിക്ക് മൂഡ് ഓഫ് ആവാൻ പറ്റില്ല. നിങ്ങൾ യാമിയെ തിരിച്ചു കൊണ്ടുവാ. അനാമിക, പറയാനുള്ളത് ഞാൻ മൈഥിലിയോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് നീ എൻ്റെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കണ്ട. അതൊരു ഫ്രണ്ടായിട്ടും വേണ്ട, സപ്പോർട്ടറായിട്ടും വേണ്ട. സാരംഗ്, സാരംഗ്, സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. മായാ മഹേശ്വരിയുടെ പവിത്രത എന്തെങ്കിലും വിശദീകരിച്ചോ? ഈ വിളിച്ചതിന്റെ പേരില് സാരംഗ് വാശി പിടിച്ച് യാമിയുടെ ട്രിപ്പ് നീട്ടുവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇതുവരെ ചിന്തിക്കാത്ത വഴികളിൽ എനിക്ക് പോകേണ്ടി വരും. ഇനി എന്തായാലും ഒരു കോംപ്രമൈസ് സ്റ്റോക്കില്ല. ഞങ്ങൾക്കിടയിൽ എന്നേക്കുമായിട്ട് അത് അവസാനിച്ചു.